Bridal Craft, The Wedding Mall, Pan Bazaar, Tirur. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. കീബോർഡിൽ വിസ്മയം തീർത്ത ഡൗൺ സിൻഡ്രോമായി അദ്വിക. ജന്മനാലുള്ള ഡൗൺ സിൻഡ്രോം അവസ്ഥയെ വിജയകരമായി മറികടന്ന് സംഗീത ലോകത്ത് പുതിയ ഉയരങ്ങൾ തേടുകയാണ് ചമ്രവട്ടം സ്വദേശിനിയായ പി അദ്വിക. ഇന്ത്യയിൽ ഡൗൺ സിൻഡ്രോം അവസ്ഥയിലുള്ളവർക്കുള്ള ആദ്യത്തെ കീബോർഡ് ലൈവായി അവതരിപ്പിച്ച റെക്കോർഡുകൾ സൃഷ്ടിച്ച ആദ്യത്തെ കുട്ടിയാണിവൾ. ഈ 10 വയസ്സുകാരിയുടെ നേട്ടം ഇതിനകം തന്നെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്ക്, നോബൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവിടങ്ങളിൽ ഇടം കണ്ടെത്തി. ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യത്തെ വിദ്യാർത്ഥി എന്ന ബഹുമതിയും അദ്വികയ്ക്ക് സ്വന്തം. കീബോർഡ് പഠിച്ച് ലൈവായി അവതരിപ്പിച്ചാണ് അദ്വിക ഈ നേട്ടം കൈവരിച്ചത്. അദ്വികയുടെ അതിജീവനത്തിന്റെ കഥ പുതിയ തലമുറയ്ക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത്. നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചാണ് കുട്ടി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയത്. 75% ഭിന്നശേഷി അവസ്ഥയിലായിരുന്നു കുട്ടിയുടെ ജനനം. 10 വയസ്സുവരെ വ്യക്തമായ സംസാരശേഷി പോലും ഉണ്ടായിരുന്നില്ല. സംസാരശേഷി മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മ്യൂസിക് തെറാപ്പി തുടങ്ങിയത്. കേവലം 1 വർഷത്തിനുള്ളിൽ തന്നെ സംസാരത്തിൽ വലിയ മാറ്റം പ്രകടമായി. തുടർന്നാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കീബോർഡ് പരിശീലനത്തിന് തുടക്കമിട്ടത്. അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു കീബോർഡ് വായനയിലെ മുന്നോട്ടുള്ള പ്രയാണം. അതിവേഗത്തിൽ തന്നെ കീബോർഡുമായി ഇണങ്ങി അവൾ വായനയിൽ മികവ് തെളിയിച്ചു. പഠന വൈകല്യങ്ങളും സംസാരശേഷിയിലെ പരിമിതികളും നിലവിലുള്ളപ്പോൾ തന്നെ കീബോർഡ് വായനയിൽ അദ്വിക വലിയ ഉയരങ്ങളിലെത്തി. തനിക്ക് ഏറ്റവും പറ്റിയ ഇടം കീബോർഡ് വായനയാണെന്ന് അവൾ തെളിയിച്ചു. ഡൗൺ സിൻഡ്രോം ബാധിതരായ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവ ഓർത്തെടുക്കാനും കൂടുതൽ സമയം ആവശ്യമാണ്. അതിനാൽ തന്നെ സംഗീതോപകരണങ്ങൾ പരിശീലിക്കുന്നത് അവർക്ക് വലിയ വെല്ലുവിളിയാണ്. വിരൽ ചലനങ്ങളിലെ നിയന്ത്രണ പ്രശ്നങ്ങൾ, ശ്രദ്ധക്കുറവ്, കണ്ണ് കൈ കോർഡിനേഷൻ എന്നിവയും ഇത്തരം കുട്ടികൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. എങ്കിലും ശരിയായ പരിശീലനവും ക്ഷമയോടെയുള്ള സമീപനവും ഉണ്ടെങ്കിൽ ഇത്തരം കുട്ടികൾക്കും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമെന്ന് അദ്വികയുടെ വിജയ ജൈത്രയാത്ര വിളംബരം ചെയ്യുന്നു. സംഗീത പരിശീലനത്തിനൊപ്പം മ്യൂസിക് തെറാപ്പിയുടെ പരിശീലനവും ഈ കുട്ടിയുടെ വിജയത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. സംഗീത പരിശീലനത്തിലെ പ്രത്യേക രീതികൾ അദ്വികയുടെ ഓർമ്മശക്തി, പഠനശ്രദ്ധ, കോർഡിനേഷൻ എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ചമ്രവട്ടം GUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അദ്വിക. പി സുജിത് ശങ്കർ, PC രേഖ ദമ്പതികളുടെ മൂത്ത മകളാണ്. അവരോടൊപ്പം അച്ചമ്മയായ P ജയലക്ഷ്മിയും കുട്ടിക്ക് വേണ്ട നിരന്തരമായ പിന്തുണയും കഠിനമായ പരിശീലനങ്ങളും ചേർന്നപ്പോഴാണ് ഈ കൊച്ചുമിടുക്കി ഇന്ത്യയിലെ തന്നെ മികച്ച ഉയരങ്ങളിലെത്തിയത്. 2025 കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തന മികവിനുള്ള അവാർഡ് നേടിയ എടപ്പാൾ സ്വദേശി നിർഷാദ് നീനിയാണ് അദ്വികയുടെ പരിശീലകൻ. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം തുടങ്ങിയ അവസ്ഥയിലുള്ള കുട്ടികൾക്കായി വ്യത്യസ്ത മ്യൂസിക് തെറാപ്പി മാതൃകകൾ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. സെറിബ്രൽ പാൾസി അവസ്ഥയിലുള്ള മ്യൂസിക് തെറാപ്പിസ്റ്റായ കാഞ്ഞങ്ങാട് സ്വദേശി ആരോമലും റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് റീമയും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷാനിബയും സ്കൂളിലെ അധ്യാപകരും അദ്വികയുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ ഏറെ സഹായിച്ചിട്ടുണ്ട്. അദ്വികയുടെ വിജയഗാഥ ഒരു കുട്ടിയുടെ നേട്ടമെന്നതിലുപരി ഒരു കുടുംബത്തിന്റെ സമർപ്പണത്തിന്റെയും അധ്യാപകരുടെ പരിശ്രമത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തമായ തെളിവാണ്. ശരിയായ മാർഗനിർദ്ദേശവും അകമഴിഞ്ഞ പിന്തുണയും ലഭിച്ചാൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൈവരിക്കാമെന്നതിന് അദ്വിക ഇന്ന് ഒരു ജീവിക്കുന്ന ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്.